അസ്സലാമു അലൈക്കും. ഈ കാണുന്ന സ്ഥലത്താണ് യമാമ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ മൺമറഞ്ഞ് കിടക്കുന്ന സ്ഥലം. അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കാണുന്ന വീട് ശത്രുപക്ഷത്തിൽപ്പെട്ട ഒരാളുടേതാണ്. പേരവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതേപോലെ ഈ യുദ്ധം ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഉണ്ടായ യുദ്ധമാണ്. അതിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ വളരെയധികം മുസ്ലിങ്ങൾ മരണപ്പെട്ട യുദ്ധവുമാണ്. ആ സമയത്താണ് ഖുർആൻ ഇന്നത്തെ രൂപത്തിൽ ക്രോഡീകരിച്ച് ഖുർആനെ ഒരു ബുക്ക് രൂപത്തിൽ അച്ചടിച്ച് എഴുതി വെച്ച ഒരു രീതിയിലേക്ക് വരാനുണ്ടായ ഒരു യുദ്ധമാണ് യമാമ യുദ്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഖുർആനെ സ്നേഹിക്കാനും ഖുർആനിനൊത്ത് ജീവിക്കാനും നാളെ ഇതിനു വേണ്ടി പൊരുതി മരിച്ച സഹാബികളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള അവസരം നൽകട്ടെ. ആമീൻ. 300-ലധികം സഹാബികൾ മരണപ്പെട്ടു എന്നാണ് ഞാൻ ഇതിൻ്റെ അടുത്തുള്ള ഒരു പള്ളി ഇമാമിനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അകത്തേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് പുറത്തു നിന്ന് സിയാറത്ത് ചെയ്ത് മടങ്ങുകയാണ്. അപ്പുറത്ത് ഒന്നുകൂടെ ഉണ്ട്. അതും ഒരു പ്രൈവറ്റ് സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് അതിലെ പോകാൻ പറ്റാത്തതുകൊണ്ടും പുറത്തു നിന്ന് അത് കണ്ടിട്ട് തിരിച്ചു പോന്നു. സഹാബാക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ സഹാബികളുടെ കബറിടമാണ്. എല്ലാവരും ഒരു ഫാത്തിഹയെങ്കിലും മോദി നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ദുആ ചെയ്യണം.